ഇങ്ങനെ നടന്നു വന്നത് എങ്ങോട്ടെന്നറിയാവോ? ഇതാണ് കൂർഗിലെ ബാംബു ഫോറസ്റ്റ്. തിരിച്ചൊന്നുമില്ല കേട്ടോ, ഒരു ശാന്തസുന്ദരമായ സ്ഥലം. ഇവിടെ വരെ എത്തിയതല്ലേ, എങ്കിൽ പിന്നെ ഒരു റീലങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് ബസ്സിൽ കയറി ഞങ്ങൾ കൂർഗിനോട് വിട പറഞ്ഞു. എപ്പോഴത്തെയും പോലെ ബസ്സിൽ പാട്ടിടപ്പ തൊട്ട് പിള്ളേര് വീണ്ടും ഡാൻസ് കളിക്കാൻ പോയി. ചെക്കനൊക്കെ ഇൻഹേലർ വലിച്ചായിരുന്നു പവറായത്. അവിടെ തലവേദനയൊക്കെ എടുത്ത് ഈ പ്രകൃതിയൊക്കെ കണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നീ സമാധാനമായിട്ട് ഇരിക്കണടാന്ന് പറഞ്ഞ് എന്റെ തലയിൽ അമൃതാഞ്ജനം തേച്ച് എന്നെ ഓണാക്കി വിട്ടു. എന്നെക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയായിരുന്നു കേട്ടോ മീനാക്ഷിയുടെ. അവളുടെ കണ്ണിലായിരുന്നു സംഭവം തേച്ചത്. അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് അങ്ങ് ഞങ്ങൾ പൊട്ടിച്ചു. പക്ഷെ 40 പേരുള്ളതുകൊണ്ട് സംഭവം പെട്ടെന്ന് തീർന്നു. അങ്ങനെ ബസ് ഒരു കടയിൽ നിർത്തിയപ്പോൾ ഞങ്ങൾ നേരെ സാധനം വാങ്ങാൻ പോയി. ഇത്രയും സാധനം കണ്ടപ്പോൾ വിഷാന്റെ കൺട്രോളങ്ങ് പോയി. കടക്കാർ വരെ ചോദിച്ചു, മോനെ പുതിയ കട തുടങ്ങാനുള്ള പ്ലാൻ ആണോ എന്ന്. ബസ്സിൽ കയറി വാങ്ങിയ സാധനമൊക്കെ ജോൺ കുടിച്ചപ്പോ തന്നെ അവൻ കിക്കായി ഡാൻസ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഡാൻസ് അടിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര.